ഹലോ ഓൾ, നിങ്ങളൊക്കെ പൈത്തൺ പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 6ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ. എജു ടെക്നീഷ്യ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പൈത്തൺ പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ സീരീസ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഈ വീഡിയോ കാണുകയും നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഇതിന് താഴെ ചോദിക്കുകയും ചെയ്യാം. നമ്മൾ പൈത്തൺ പ്രോഗ്രാമിങ്ങിലേക്ക് വരാം. നമുക്കറിയാം, ലോകത്തിൽ 200-ലധികം പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ഒന്നാണ് പൈത്തൺ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് വളരെയധികം സിമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ഇംഗ്ലീഷ് പ്രൊഫഷൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണ് പൈത്തൺ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ ഐഡിയാസ്, എങ്ങനെയൊക്കെയാണ് നമുക്കൊരു പൈത്തൺ പ്രോഗ്രാമറായി മാറാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, എജു ടെക്നീഷ്യയിൽ നമ്മൾ 5ാം ക്ലാസ് മുതൽ +2 ലെവൽ വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ എയും റോബോട്ടിക്സുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ലെവലിലെ പ്രൊഫഷണലുകൾക്കുള്ള, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടീച്ചേഴ്സിനുള്ള AI, ഡോക്ടേഴ്സിനുള്ള AI, ലീഗൽ പ്രൊഫഷണൽസിനുള്ള AI, എഞ്ചിനീയേഴ്സിനുള്ള AI, ഡിഫറെൻറ്റ് സെഗ്മെൻറ്റിലുള്ള പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള AI അപ്സ്കില്ലിംഗ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ അടിസ്ഥാനമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് പൈത്തൺ പ്രോഗ്രാമിങ്ങുള്ള പ്രൊഫഷൻസി എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആയിരിക്കും ഈ ഒരു വീഡിയോ സീരീസ് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അറിയാം പൈത്തൺ, വൈ പൈത്തൺ, എന്തുകൊണ്ടാണ് പൈത്തൺ പ്രോഗ്രാമിങ്ങിന് ഇത്രയേറെ ആളുകളെടുത്ത് ഒരു അട്രാക്ഷനും അല്ലെങ്കിൽ ഇത്ര ഫെമിലിയറിറ്റി കാര്യങ്ങൾ വരുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഏകദേശം 200-ലധികം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതോ അല്ല. പലതും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച് നമുക്ക് 2ആയിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പം നോർമലി നമ്മൾ പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ 2ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്നുള്ള രീതിയിൽ. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക്, മനുഷ്യന്മാർക്ക്, പ്രോഗ്രാമേഴ്സിന്, ഹ്യൂമൻ ബീയിങ്സിന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെയാണ് നമ്മൾ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് വിളിക്കാം. എന്നാൽ ഒരു മെഷീൻസിന്, ഒരു കമ്പ്യൂട്ടറിന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെയാണ് നമ്മൾ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കാൻ സാധ്യതയുള്ള C പ്രോഗ്രാമിംഗ് ഉണ്ട്, C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, ജാവ ഉണ്ട്. ഇതെല്ലാം ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. പക്ഷേ പൈത്തൺ ഇതേപോലെ തന്നെ മറ്റൊരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പക്ഷേ നിങ്ങളുടെ C ഒക്കെ പഠിച്ച ആളുകൾക്ക് അറിയാം, സിയെയും ജാവയും ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജാണ് ആക്ച്വലി പൈത്തൺ എന്ന് പറയുന്നത്. അതായത് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ എന്ന് പറയുന്നത് ഹ്യൂമൻ ഫ്രണ്ട്ലി ആണെങ്കിൽ പോലും അതിൽ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ളതുണ്ട്, സിമ്പിളായിട്ടുള്ളതുണ്ട്. അത് സിയും ജാവയൊക്കെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ പൈത്തൺ വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈത്തൺ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അപ്പോൾ എന്തായിരിക്കും? അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബാക്ക് എൻഡ് നടക്കുന്ന പ്രോസസ്സുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു രജിസ്റ്റർ ലെവലിലൊക്കെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജസ് ഉണ്ട് കേട്ടോ. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് വെരിലോഗ് തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇപ്പോൾ ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജസ് എന്നാണ്, HDL പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്നാണ് ജനറലി നമ്മൾ വിളിക്കുക. പ്രത്യേകിച്ച് മെഷീൻ ലെവലിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ഡീപ്പ് ലെവലിൽ പ്രോഗ്രാം ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് വെരിലോഗ് പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ. അത്തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ നമ്മൾ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്നാണ് വിളിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ ഓൺ പൈത്തണിലേക്ക് തന്നെ തിരിച്ചു മടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏറ്റവും ജനറൽ പർപ്പസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ എന്നുള്ളത്. നിങ്ങൾക്ക് എന്ത് അപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും നമുക്ക് പൈത്തൺ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരു കാലത്ത് പൈത്തണിന് വളരെ ലിമിറ്റഡ് ലൈബ്രറീസ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരുപാട് ലൈബ്രറീസ് പല ആവശ്യങ്ങൾക്ക് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ലൈബ്രറീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പൈത്തണിൽ ഒരുപാട് വർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, വളരെയധികം പ്രോഗ്രാമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇതൊക്കെയാണ് പൈത്തണിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വിശേഷണങ്ങൾ എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പം സപ്പോസ് ഈ ഒരു സംഗതി നിങ്ങൾ നോക്കാം, പ്രിന്റ് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു സംഗതി, പ്രിന്റ് ഹലോ വേൾഡ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ?
പ്രിന്റ് ഹലോ വേൾഡ്. ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു സംഗതി പ്രിന്റ് ചെയ്യാനുള്ള പൈത്തൺ പ്രോഗ്രാമാണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടത് ആകെ ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി മാത്രമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ആക്ച്വലി പൈത്തൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ലോകത്തിലുള്ള 200-ലധികം പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ഹൈ ലെവൽ ആൻഡ് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഹൈ ലെവൽ എന്ന് പറയുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ലോ ലെവൽ എന്ന് പറയുന്നത് മെഷീൻസിന് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഇങ്ങനെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. അതൊരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഹൈ ലെവലാണ്, വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾക്ക് പറയാൻ പോകുന്നത് എന്താണ് പൈത്തണിൻ്റെ ബാക്ക് എൻഡ് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പൈത്തൺ എന്നുള്ള വാക്കിൻ്റെ പിന്നിലുള്ള ഒറിജിൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? അറിയുമെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക.